ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. ഉറക്കം എഴുന്നേറ്റ് ഉടനെ തന്നെ അവരുടെ ഇഷ്ട പാവക്കുട്ടികളായിട്ടുള്ള രണ്ട് കുഞ്ഞു പാവക്കുട്ടികളെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ എടുത്ത് വെച്ചങ്ങ് താരാട്ട് പാടി ഉറക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഉറക്കുന്നത് കണ്ട് ശീലിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നതേ. പിന്നെ കുറേ സമയം വന്നിരുന്ന് സോഫയിൽ വന്നിരുന്ന് മഴയൊക്കെ ആസ്വദിച്ചു. പിന്നെ രണ്ട് ബിസ്ക്കറ്റ് പാപ്പം കൊടുത്തപ്പം അതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെയാണ് ബിസ്ക്കറ്റ് പാപ്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കലൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. എനിക്കും തരുന്നുണ്ട്. അമ്മയ്ക്ക് തരില്ലേ മക്കളെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തരുന്നുണ്ട് വെച്ച് നീട്ടി. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ് എനിക്ക് തന്നിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പൂമ്പാറ്റയ്ക്കാണ് കൊടുത്തത് കേട്ടോ. വായിൽ നിന്ന് എടുത്താണ് കൊടുക്കുന്നത്. സ്നേഹം കണ്ടില്ലേ, വെച്ച് നീട്ടുകയാണ്. എന്നാൽ ചേച്ചി പെണ്ണെ നീയും കഴിച്ചോ എന്ന്. പൂമ്പാറ്റ പെണ്ണ് എനിക്ക് നിൻ്റെ വായിൽ വെച്ചതൊന്നും വേണ്ട, നീ കഴിച്ചോ, ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് അടർന്ന് വീണ ബിസ്ക്കറ്റ് പാപ്പം എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞാറ്റ പെണ്ണെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഞാനും പോയി കുഞ്ഞാറ്റയുടെ കയ്യിൽ നിന്ന് ഒരു പീസ് ബിസ്ക്കറ്റ് കഴിച്ചു കേട്ടോ. പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് പുറത്തുള്ള മഴയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും വൈകുന്നേരമായി. അങ്ങനെ ബിസ്ക്കറ്റ് പാപ്പമൊക്കെ കഴിച്ചതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തൂക്കുന്നത് കണ്ടു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ചൂലൊക്കെ വാങ്ങിച്ച് രണ്ടുപേരും തൂക്കുകയാണ്. കുഞ്ഞാറ്റ പെണ്ണ് അതിൻ്റെ ഇടയിൽ തന്നെ ഒരു കള്ളപ്പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ഇരിക്കുന്ന കുറേ പേപ്പർ എടുത്ത് വെച്ച് ഉടുപ്പിനകത്തേക്ക് ചുരുട്ടി വയ്ക്കുകയാണ്. അതിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്ന പരിപാടിയാണ് കണ്ടോ. പേപ്പറെല്ലാം കൂടെ ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി പൂമ്പാറ്റ പെണ്ണത് എടുക്കുമോ എന്ന പേടിയിലാണോ എന്നറിയില്ല കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. ഗ്യാസ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഗോതമ്പ് മാവ് എടുത്ത് അത് കുഴച്ചൊക്കെ വെക്കാൻ വേണ്ടി തുടങ്ങി. കുഞ്ഞുങ്ങളെൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. തൂക്കൽ പരിപാടി കഴിഞ്ഞ് കുറച്ച് നേരം എൻ്റെ അടുത്തേക്ക് അടുക്കളയിലേക്ക് വരും. അങ്ങനെ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് എണ്ണയും കൂടെ അതിനകത്ത് ചേർക്കും. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒഴിച്ചാണ് കുറച്ച് മയത്തിന് വേണ്ടിയിട്ടേ. അങ്ങനെ കുഴച്ച് നന്നായിട്ട് കുറച്ച് സമയത്ത് അധികം ഇങ്ങനെ വെച്ചിരിക്കും കേട്ടോ. അതെന്ന് വെച്ചാൽ സോഫ്റ്റായി കിട്ടാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് സോഫ്റ്റായി കിട്ടുകയാണെങ്കിൽ നമുക്ക് പരത്തുന്ന സമയത്ത് അധികം പണിപ്പെടേണ്ടി വരില്ല. അങ്ങനെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചോറുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. മാവ് കുഴച്ച് വെച്ച് അത് സോഫ്റ്റാകാൻ വെച്ചിരിക്കും. അതിനുശേഷമാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുളിപ്പിച്ച് റെഡിയാക്കി പുത്തൻ ഉടുപ്പൊക്കെ ഇടിയിച്ച് ഇരുത്തുന്നത് കേട്ടോ. അവരുടെ കാര്യങ്ങളിൽ നമ്മൾ കറക്റ്റ് ടൈമിങ് എപ്പോഴും പാലിക്കാറുണ്ട്. എന്നും പാപ്പമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഇന്ന് അത്രയും വിശപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന ശേഷം ഏത്തപ്പഴം കൊടുത്തു. പുഴുങ്ങിയും വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലാത്ത പഴം ഉണ്ടായിരുന്നു. പുഴുങ്ങിയത് കുറച്ച് വായി വെച്ചപ്പോൾ തന്നെ തുപ്പി. അതുകൊണ്ട് ഇങ്ങനെ മാറ്റി ആയിരിക്കും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ അല്ലാത്ത പഴം ഉണ്ടായിരുന്നു, ഏത്തപ്പഴം തന്നെയാണ്. പുഴുങ്ങിയത് അവർക്ക് അതിൻ്റെ ടേസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അല്ലാത്ത പഴവും പുഴുങ്ങാതെ പഴവും കൊടുത്തു നോക്കും കേട്ടോ. അങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ പഴം കൊടുക്കുകയാണ്. എൻ്റെ മക്കൾക്ക് കുറുക്ക് ഞാൻ കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ റാഗിയുടെയും അതായത് ഏത്തപ്പഴം ഉണക്കിപ്പൊടിച്ചിട്ടുള്ള കുറുക്കുകളാണ് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതെന്നാണ് ഈ ഏത്തപ്പഴത്തിൻ്റെ അത് ഉണക്കി പൊടിച്ച് അത് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അതായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പനക്കൽക്കണ്ടമൊക്കെ ചേർത്തിട്ടാണ് കൊടുത്തത്. അവർ നന്നായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം കുഞ്ഞുങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ചോറും എല്ലാം കഴിച്ചു തുടങ്ങിയുകൊണ്ട് ഇപ്പം പഴമൊക്കെ പുഴുങ്ങിയ രീതിയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങിയും അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കേട്ടോ. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് പഴമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വന്നു ചപ്പാത്തി അപ്പോഴേക്കും സോഫ്റ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരത്താൻ വേണ്ടി ഒരുങ്ങി. സാധാരണ ഞാൻ ഇവരെ കുളിപ്പിച്ചു വിട്ട് വന്ന് ആദ്യം ഉറക്കുകയാണ് ചെയ്യുന്നത്. ഉറക്കിയ ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടി നിൽക്കുന്നത്. ഇന്ന് പിന്നെ നേരത്തെ അവർ ഉറങ്ങാൻ വേണ്ടി തയ്യാറായിട്ടില്ലായിരുന്നു. കൊണ്ട് കടത്തി പാൽ കൊടുത്ത് ഉറക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഉറങ്ങിയില്ല. പിന്നെ ഞാൻ എൻ്റെ കൂടെ കുറച്ച് സമയത്തേക്ക് അടുക്കളയിലേക്ക് കൊണ്ടുപോയി ഞാൻ പരത്തുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് വന്നിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ പരത്തിയൊക്കെ എടുത്തു. അപ്പോഴേക്കും രണ്ടുപേരും അടുക്കളയിൽ കിടന്ന പാത്രമൊക്കെ വാരി താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പാത്രം കിട്ടുവാണെങ്കിൽ രണ്ടുപേരും അതിനകത്ത് കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും അച്ഛൻ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അമ്പൂറ്റിയുടെ അടുത്ത് പോയിരുന്ന് തൊഴുതു കേട്ടോ. വിളക്ക് അടുത്ത് അധികം സമയം ഇരുത്തത്തില്ല, ഞാൻ പിന്നെ കൂടെ ഇരിക്കും കേട്ടോ. അങ്ങനെ അമ്പൂറ്റി ഒന്ന് തൊഴിച്ചിട്ട് അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോയി.
അങ്ങനെ എന്നത്തെയുള്ള പരിപാടി അവർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ തൊഴുവാനൊക്കെ അറിയാം. വിളക്ക് കണ്ടാൽ അപ്പം തന്നെ തൊഴുവും. പിന്നെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ കിണ്ടിയൊക്കെ എടുക്കും. അതുകൊണ്ട് പേടിച്ച് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോരുന്നു. അങ്ങനെ പിന്നെയാണ് കുളിച്ചിട്ടൊക്കെ വന്ന ശേഷം ആണ് ഞാൻ പോയി ചപ്പാത്തിയൊക്കെ ചുടാൻ വേണ്ടി ഒരുങ്ങുന്നത്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുടാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നൈറ്റ് ഡേക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ദോശയോ അല്ലെങ്കിൽ ചോറോ ആ രീതിയായിരിക്കും. ഇപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് മാവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ചപ്പാത്തി ചുട്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ദോശ മാവ് എടുത്ത് ചുട്ട് നോക്കി കേട്ടോ. അങ്ങനെ ദോശ ചുട്ടിട്ട് അവർക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടി കറി ഉണ്ടായിരുന്നു, അതും കൂടെ ആയി വെച്ച് കൊടുത്തപ്പം രണ്ടുപേരും ദോശ ഇന്ന് കഴിക്കാൻ കൊണ്ട് താല്പര്യം കാണിച്ചില്ല. കഴിഞ്ഞ ദിവസം ദോശയൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കാം. അങ്ങനെ ആദ്യം തന്നെ ചപ്പാത്തിയാണ് ചുടുന്നത്. പിന്നെ ഞാൻ അതിന് ശേഷം കുറുക്കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ചോറും കറിയും പിന്നെ അതുപോലെ ദോശയൊക്കെ ഞാൻ മാറ്റി ഇന്നത്തെ ദിവസം കൊടുത്ത സമയത്ത് ഇച്ചിരി മടി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല, തുടർച്ചയായിട്ട് ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര മടിയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ മാറ്റിയൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ചേട്ടൻ വന്ന സമയത്ത് ചേട്ടന് ചായയൊക്കെ ഒരു അടുപ്പിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി റെഡിയായ ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയത്. ഞാൻ ചൂടോടെ കൊടുക്കണമല്ലോ. അങ്ങനെ ചൂടോടെ ഉണ്ടാക്കി കറിയൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് പിന്നെയാണ് ഞാൻ കുറുക്കുണ്ടാക്കിയത്. കുറുക്ക് കൊടുത്താലും ഞാൻ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കും കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം ഒന്നും കുറുക്ക് രാവിലെ കൊടുക്കാത്തത് കൊണ്ടും, രാവിലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ദോശയൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദോശ ഇട്ട് വെച്ചിട്ടും രണ്ടുപേരും കഴിക്കാൻ താല്പര്യം കാണിക്കാത്തതിന് പിന്നെ കുറുക്കുണ്ടാക്കി കൊടുത്തു. ഞാൻ അങ്ങനെയാണ് ഇപ്പം അവർ കഴിക്കുന്ന എന്തെങ്കിലും കൊടുത്തിട്ടേ കിടത്താറുള്ളൂ. പിന്നെ കുറുക്ക് കൊടുത്തപ്പം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറുക്ക് കൊടുക്കുകയാണെങ്കിൽ രണ്ടുപേരും കുറുക്കും കഴിക്കത്തില്ല. അപ്പം നമ്മൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കൊടുത്ത്. അങ്ങനെ കഴിക്കുന്നില്ലെന്ന് ഉറപ്പാകുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ വേറെ എന്തെങ്കിലും മാറ്റി കൊടുക്കും കേട്ടോ. അങ്ങനെ കുറുക്ക് കൊടുത്തപ്പോൾ രണ്ടുപേരും അങ്ങ് കുടിച്ചു. ഞാൻ നൈറ്റ് ടൈം അധികം കുറുക്കൊന്നും കൊടുക്കാറില്ലാത്തതാണ്. പിന്നെ അവർ കഴിക്കുന്ന ഒന്നും അധികം കഴിക്കാത്തത് കൊണ്ടാണ് കൊടുത്തത്. അല്ലെങ്കിൽ ചോറോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് പാത്രമൊക്കെ കഴുകി വയ്ക്കേണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. പിന്നെ ചേട്ടൻ വന്നു എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും കുഞ്ഞാറ്റപ്പെണ്ണൊക്കെ വന്ന് നിർബന്ധമൊക്കെ തുടങ്ങി. പിന്നെ രണ്ടുപേരെയും കൊണ്ടുവന്ന് കുറച്ച് നേരം എൻ്റെ കൂടെയൊക്കെ ഇരുന്ന് എൻ്റെ കൂടെ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ, കുറച്ച് ഫുഡ്. അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരെയും വാശിയും ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം രണ്ടുപേരെയും ഉറക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കിടത്തി. പിന്നെ നേരം വെളുത്തപ്പോഴേക്കും പതിവ് പോലെ ഇന്ന് ചേട്ടന് വർക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് വന്നത്. നല്ല മഴയൊക്കെ ആയിരുന്നു. അതിന് വന്ന ഉടനെ തന്നെ അടുപ്പിൽ തീ വെട്ടിച്ച് അരിയടുപ്പിടാനാണ് ഒരുങ്ങിയത്. അപ്പോഴേക്കും നിർബന്ധം കാരണം കുഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ എടുത്തു. പിന്നെ ചേട്ടൻ തന്നെ വന്ന് തീയൊക്കെ കത്തിച്ചു. പിന്നെ ഇന്നത്തെ മത്തങ്ങ കറിയും അതുപോലെ പയർ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയൊക്കെ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പം ഇവർ ഒരു വിധത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ല. ചില ദിവസം അങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലേ, വാശിയായിരിക്കും. താഴെ നിർത്താതെ കരച്ചിലാണ്. ചേട്ടൻ പറഞ്ഞു ഞാനിവിടെ ചെയ്യാമെന്ന്. അങ്ങനെ ചേട്ടൻ മത്തങ്ങ കറിയും പയറിൻ്റെ മെഴുക്ക് പുരട്ടി അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ചായ ഇടാൻ പിന്നെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ ഇന്ന് കാച്ചി വയ്ക്കാനുള്ള കുറുക്കും കാര്യങ്ങളുമൊക്കെ ആ പരിപാടിയിലേക്ക് കിടന്നു. ഇതുപോലാണ് ചില ദിവസം ഇപ്പം രണ്ടുപേരും വാശി കാണിക്കും, അല്ലെങ്കിൽ ഒരാളായിരിക്കും. അങ്ങനെ ഇതുപോലെ കൈ കയറി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിപാടിയും ചെയ്യാൻ നടക്കില്ല. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കാപ്പി ഇടുക, ചായ ഇടുക, അവരെ കൈ വെച്ചിട്ടൊക്കെ ഉള്ള പരിപാടികളാണ് നടക്കുന്നത്. താത്തു വെച്ച് ഇരിക്കത്തില്ല. അപ്പോൾ തന്നെ നിർബന്ധവും നിർത്താതെ കരച്ചിലും അങ്ങനെയൊക്കെയാണ്. നമ്മൾ അങ്ങനെ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ അധികമായിട്ട് നിർത്താതെ ശ്വാസം എടുക്കാതെ കരയാൻ വേണ്ടി അനുവദിക്കരുത്. എന്നാൽ കൂടി രണ്ടുപേരും ഒരേ സമയം ചില സമയം നിർത്താതെ കരഞ്ഞുമ്പോഴത്തേന് ഞാൻ അപ്പോൾ തന്നെ ആരും ഇല്ലെങ്കിൽ ഞാൻ പാല് കൊടുത്ത് അങ്ങ് കിടത്തും. കുറച്ച് നേരത്തെ വാശിയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോഴേക്കും പിന്നെ ചേട്ടന് വേണ്ടിയുള്ള ചായയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ മത്തങ്ങ വേവിക്കാനൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വീട്ടിലുണ്ടായിട്ടുള്ള മത്തങ്ങ വെച്ചിട്ടുള്ള കറി തന്നെയാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ മത്തങ്ങ കറി വെക്കുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഒരുപാട് കറിയൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിക്കാറില്ല, ചില ദിവസം കഴിക്കും. അതങ്ങനെയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ ഇപ്പം മനുഷ്യനെ നമ്മളിപ്പോൾ വലിയവരായാലും അങ്ങനെ ചില ദിവസം അങ്ങനെ കഴിക്കാൻ താല്പര്യപ്പെടില്ലല്ലോ, അതുപോലെയാണ് കുഞ്ഞുങ്ങളും. അങ്ങനെ ചില ദിവസം ഇപ്പം മുട്ടയും ചോറും കഴിക്കാൻ താല്പര്യമാണ്, ചില ദിവസം മുട്ട മാത്രമായിട്ട് കഴിക്കും കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം മാത്രമായിട്ട് കഴിക്കും. അങ്ങനെ ഒരെണ്ണം മാത്രം കൊടുത്ത് ശീലിപ്പിച്ചാൽ പിന്നെ അത് മാത്രമേ കഴിക്കൂ. അതുകൊണ്ടാണ് മാറ്റി ഇങ്ങനെ എല്ലാ ടേസ്റ്റും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാനും അത് കഴിക്കാൻ വേണ്ടി മാറ്റി കൊടുക്കുന്നത്.
അങ്ങനെ ചേട്ടൻ കറിക്ക് വേണ്ടിയുള്ള തേങ്ങയൊക്കെ തിരുകിക്കൊണ്ട് ഒരു സൈഡിൽ ഇരിക്കുന്നു, ഞാൻ കുറുക്ക് ഒരു സൈഡിലേക്ക് കാച്ചുന്നു. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഒരു കുറച്ച് നേരത്തേക്ക് വാശി അടക്കി തറയിരുന്നു കേട്ടോ. അപ്പോഴേക്കും കുറുക്ക് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ തിരുവി അത് അരയ്ക്കാൻ വേണ്ടി ചേട്ടൻ വെക്കാൻ വേണ്ടി ഒരുങ്ങി. അപ്പോഴേക്കും ചോറിന് വേണ്ടിയിട്ടുള്ള അരി കഴുകി ഇട്ടു. മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പെല്ലാം ചേട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വീണ്ടും കുഞ്ഞാറ്റപ്പെണ്ണ് വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ കിളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. താത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പം കൂടുതൽ വാശി കുഞ്ഞാറ്റയും ഉണ്ട് പൂമ്പാറ്റയും ഉണ്ട്. ആരാന്നിപ്പോൾ എടുത്ത് പറയാൻ പറ്റില്ല. ചില ദിവസങ്ങളിൽ കുഞ്ഞാറ്റയായിരിക്കും, ചിലപ്പം പൂമ്പാറ്റയായിരിക്കും. അങ്ങനെ മത്തങ്ങക്കറിയൊക്കെ വേവുന്നതൊക്കെ കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണൊക്കെ നോക്കിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഉച്ചരത്തേക്കുള്ള പാപ്പമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറി എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പാത്രമൊക്കെ കഴുകിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും താത്തൊക്കെ വെച്ച് കുറച്ച് സമയം ചേട്ടൻ്റെ കയ്യിലും അപ്പൂപ്പൻ്റെ ഒക്കെ കൂടെയൊക്കെ ഇരിക്കും. ആ ഒരു സമയത്ത് വന്നിരുന്ന പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ. പാത്രം കഴുകി വെച്ച ശേഷം പിന്നെ നേരെ കുഞ്ഞിന് കുറുക്ക് കൊടുക്കാനാണ് പോയത്. അപ്പോഴേക്കും വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പം ഒരാൾ നേരെ മീനാക്ഷേച്ചിയുടെ വീട്ടിലേക്ക് രാവിലെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടേക്ക് കൊണ്ടുപോയി. അവിടെ ഇരിക്കുന്ന സമയത്ത് പൂമ്പാറ്റപ്പെണ്ണാണ് ആദ്യം എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. അങ്ങനെ പൂമ്പാറ്റപ്പെണ്ണിന് കഴുത്തിൽ കുറുക്കൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയൊന്നും കെട്ടാൻ സമ്മതിച്ചില്ല. അത് കയ്യിൽ വെച്ചിട്ട് ക്രിക്കറ്റ് ഫുട്ബോളിനൊക്കെ ചിയർ ഗേൾസ് കാണിക്കുന്ന മാതിരി ഈ കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീശി കാണിക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെയാണ് ഇന്ന് കുറുക്ക് കുടിച്ചത്. സാധാരണ വാ തുറക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, ചില ദിവസം ഇങ്ങനെയാണ്, കുറുക്ക് കൊടുത്താൽ അങ്ങ് ഇഷ്ടത്തോടെ അങ്ങ് കുടിക്കും കേട്ടോ. ചില ദിവസം കുറുക്കിൻ്റെ പാത്രം കണ്ടാലോ അങ്ങ് വാ തുറക്കത്തുമില്ല. ചില ദിവസം ദോശ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിക്കും. ചില ദിവസം ദോശ അടുത്തോട് പോയാൽ പോലും കഴിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത്. എന്നാൽ കൂടി രണ്ടുപേരെയും വയറൊഴിച്ചിടാറില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടാണ് ഓരോ ദിവസവും പോകുന്നത്. സാധാരണ രണ്ടുപേർക്കും ഞാൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇരുത്തിയാണല്ലോ. ഇന്ന് ഞാൻ കൊടുത്തോണ്ടായിരിക്കാം ഒരു പക്ഷേ പൂമ്പാറ്റ നല്ല ആഹ്ലാദത്തിലായിരുന്നു. കുഞ്ഞാറ്റപ്പെണ്ണ അപ്പുറത്ത് രാവിലെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അപ്പുറത്തെ വീട്ടിലേക്ക്. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണും വന്നു, കുഞ്ഞാറ്റപ്പെണ്ണും കൊടുത്തു. അങ്ങനെ രണ്ടുപേരും കുറുക്കൊക്കെ കൊടുത്ത സമയത്ത് കുറച്ച് സമയം കളിക്കാനൊക്കെ വിട്ടു. അതിൻ്റെ കൂടെ തന്നെ മീനാക്ഷി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞാറ്റപ്പെണ്ണ് എടുത്തുകൊണ്ട്. അങ്ങനെ കുറച്ച് സമയം മീനാക്ഷി ഉള്ളത് കൊണ്ട് കുറച്ച് സമയം എടുക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് കുളിപ്പിക്കുകയും ഉറക്കുകയൊക്കെ ചെയ്തു.